ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വയ്ക്കുന്നു. ആവർത്തന പുസ്തകം 30-19 നിന്റെ മുൻപിൽ ജീവനും മരണവും ഇതാ വെച്ചിരിക്കുന്നു എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം നിങ്ങൾ ഉൾക്കൊള്ളണം. ദൈവവചനത്തിൽ നിഗൂഢ ശക്തി അടങ്ങിയിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകം കൈക്കൊള്ളുകയും അനുസരിക്കുകയും ചെയ്ത ഏതൊരു രാജ്യവും അഭിവൃദ്ധി പ്രാപിച്ചു എന്നതിന് ഇതൊരു ഉദാഹരണമാണ്. ദൈവവചനത്തോടുള്ള അവരുടെ അനുസരണയുടെ അളവനുസരിച്ച് അവർ അഭിവൃദ്ധി പ്രാപിച്ചു. ദൈവവചനത്തിൽ ക്രിയാത്മകമായ ശക്തി അടങ്ങിയിട്ടുണ്ട്. അനുസരണയാൽ ദൈവവചനം ഹൃദയത്തിൽ പ്രാപിക്കുന്നവർക്ക് ആ ക്രിയാത്മക ശക്തി ലഭിക്കാൻ ഇടയാകും. അത് പാപത്തെ നമ്മിൽ നിന്ന് അകറ്റി നിർത്തുന്നു. ഏതൊരു മാതാപിതാക്കളും തങ്ങളുടെ മക്കളെ ദൈവഭയത്തിൽ വളർത്തി അവരെ ദൈവിക സംരക്ഷണത്തിനായി ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കണം. കുഞ്ഞുങ്ങൾ തങ്ങളുടെ ആവശ്യങ്ങൾക്കായി മാതാപിതാക്കളെ ആശ്രയിക്കാതെ ദൈവത്തെ നോക്കുവാൻ പഠിച്ചാൽ അതൊരു വലിയ നേട്ടമാണ്. ഒരു ദാസൻ തൻ്റെ യജമാനനെ നോക്കാതെ ദൈവത്തിങ്കിലേക്ക് നോക്കുവാൻ പഠിച്ചാൽ അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. തൻ്റെ യജമാനനേക്കാളും ഉപരിയായി പൂർണ്ണമായി ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണെങ്കിൽ അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. നിങ്ങൾ ദൈവവചനത്തിൽ വിശ്വസിക്കുമ്പോൾ അത് നിങ്ങളുടെ വ്യക്തിത്വത്തിന്മേൽ ഒരു പ്രത്യേക സ്വാധീനമുളവാക്കും. അത് നിങ്ങളിൽ ഉളവാക്കുന്ന വികാരം നിങ്ങളുടെ നാഡീ ഞരമ്പുകളെ ബലപ്പെടുത്തുകയും അവയെ നല്ല ആരോഗ്യത്തോടെ കാത്തു പരിപാലിക്കുകയും ചെയ്യും. നിങ്ങളുടെ രക്തം ശുദ്ധീകരണം പ്രാപിക്കും. നിങ്ങളുടെ മനസ്സ് വ്യക്തമായും സുബോധമുള്ളതുമായിരിക്കും. അങ്ങനെ നിഷേധാത്മകമായ ചിന്തകളെ നിങ്ങളുടെ മനസ്സ് പുറന്തള്ളുകയും ജഡത്തിന്റെ വിപരീത ചിന്തകളെ അതിജീവിക്കുകയും ചെയ്യും. നിഷേധാത്മക ചിന്തകൾ അകറ്റി വാസ്തവികത ചിന്തകൾ രൂപം കൊണ്ട് നിങ്ങളുടെ ശരീരത്തെ ബലപ്പെടുത്തും. അത് നിങ്ങൾക്ക് ദീർഘായുസ്സുളവാക്കും. ദാനിയേലിന് തൻ്റെ സ്വഭാവ ശ്രേഷ്ഠതയാൽ രാജാവിനെ നിയന്ത്രിപ്പാൻ കഴിഞ്ഞു. ദൈവത്തിൻ്റെ കൽപ്പനകൾ വായിക്കാത്തവർ നിങ്ങളുടെ ജീവിതത്തിൽ അത് വായിക്കുവാനിടയാകും. നിങ്ങൾ വഴിയെ നടന്നു പോകുമ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ അത് കാണും. എസ്തർ ശുദ്ധിയുള്ള ദൈവഭക്തയായ ഒരു പെൺകുട്ടിയായിരുന്നു. അവൾ തൻ്റെ ജീവിതവും ശരീരവും ദൈവത്തിനായി സമർപ്പിച്ചു. തൻ്റെ ശരീരം ദൈവത്തിനുള്ളതെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും ദൈവം കടന്നു വരും, അവനെ ഉപയോഗിക്കുകയും ചെയ്യും. എസ്തർ ക്രിസ്തു സാദൃശ്യമുള്ളവളായിരുന്നു. ബാഹ്യമായ സൗന്ദര്യത്തെ ദൈവം പുകഴ്ത്തുമോ? ഇല്ല. അവളുടെ ആന്തരിക സൗന്ദര്യത്തെയാണ് ദൈവം പ്രശംസിച്ചത്. ഒരു സ്ത്രീയുടെ ആന്തരിക സൗന്ദര്യമാണ് അവളുടെ യഥാർത്ഥ സൗന്ദര്യം. അത് ദൈവവചന പഠനത്തിലൂടെയും ധ്യാനത്തിലൂടെയുമാണ് ലഭിക്കുക. ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു. യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. എസ്തർ തൻ്റെ ആന്തരിക സൗന്ദര്യത്താൽ ലോകത്തിന്റെ മുൻപിൽ ഒരു നല്ല മാതൃക കാണിച്ചുകൊണ്ട് പ്രതാപത്തോടെ ഇപ്പോഴും നിലകൊള്ളുന്നു. അവളുടെ സ്വഭാവ ശ്രേഷ്ഠതയാൽ സ്ത്രീത്വം ഏറ്റവും ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തപ്പെട്ടു. ദൈവവചനത്തിൽ ആശ്രയിക്കുന്നവർ ഈ ലോകത്തിന്മേൽ വാഴും. ദൈവത്തിന്റെ വിശുദ്ധന്മാർ ഈ ലോകത്തെ വാഴും. നിങ്ങൾ അവരിൽ ഒരാളായിരിക്കുമോ? എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പാപത്തിനിടം കാണാൻ പാടില്ല.